ഓം സന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭഗവാന്റെ നിത്യകർമ്മങ്ങളെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാൻ അന്നത്തെ കാലത്ത് ഈ അലാറം വയ്ക്കലൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് കോഴി കൂന്ന നോക്കിയിട്ടാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ അതിനുണ്ടാകുന്ന തടസ്സങ്ങളെ നമ്മൾ നൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ നിശ്ചയിച്ചത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, പഞ്ചഗുണങ്ങളെ മുറുക്കി പിടിക്കണം. കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി. ഇതിൽ 2 ഗുണങ്ങൾ, കൃത്യനിഷ്ഠയും അതിൽ ഭക്തിയും ശ്രദ്ധയും ഉണ്ടായാൽ പിന്നെ ബാക്കി 3 ഗുണങ്ങൾ നമ്മളെ തനിയെ കൊളുത്തിപ്പിടിച്ചോളും. അതായത് നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൃത്യനിഷ്ഠയും ഭക്തിയും ശ്രദ്ധയും ഉണ്ടായി അത് കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിവേചന ശക്തി നമുക്കുണ്ടാകും. ആ വിവേചന ശക്തി നമുക്ക് ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും, ദൃഢനിശ്ചയം ചെയ്യും. ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് അതിന് തടസ്സമുള്ളതിനെയൊക്കെ ത്യജിക്കാനുള്ള മനോഭാവം ഉണ്ടായിക്കോളും. ഇത് നൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൃത്യനിശ്ചയം ഭക്തിയും ഉണ്ടായാൽ കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ വേണ്ട വിധത്തിൽ നടക്കാൻ തുടങ്ങും. തുടക്കത്തിൽ നമുക്ക് സ്വയം തടസ്സം നിൽക്കുകയും കൂടെയുള്ളവർ തടസ്സം ഉണ്ടാക്കുകയും സമൂഹം തടസ്സം ഉണ്ടാക്കുകയും ശരീരം തടസ്സം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ 3-4 വിധ തടസ്സങ്ങളെ അതിക്രമിച്ചാൽ മാത്രമേ ഈ കൃത്യനിഷ്ഠയും ഭക്തിയും വിവേചന ശക്തിയും ഒക്കെ നമുക്ക് സ്വയം പ്രാപ്തമായിട്ട് വരും. കലിയുഗമായതുകൊണ്ട് നമ്മൾ ഒരു 41 ദിവസം ഇത് കുറച്ച് കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയിക്കാൻ സാധിക്കും. ആദ്യത്തെ ഒരാഴ്ച, പിന്നത്തെ ഒരാഴ്ച, ഇങ്ങനെ ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേനും തനിയെ നമ്മുടെ സ്വഭാവം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു രീതിയായിട്ട് മാറും. അപ്പം ആ നിത്യനൈമിത്യ കർമ്മങ്ങൾ ആചരിക്കേണ്ടത് അങ്ങനെയാണ്. ഇവിടെ സ്വയം ഇല്ലെങ്കിൽ തടസ്സമുണ്ടാകുന്ന വിധികളെ പറ്റിയും കൂടെ, ഇല്ലെങ്കിൽ തടസ്സമുണ്ടാകുന്ന ഏതൊക്കെ തരത്തിലാണെന്നും കൂടെ ഭഗവാന്റെ നിത്യകർമ്മത്തിന് തുടക്കത്തിൽ തന്നെ, ഇപ്പോൾ രാവിലെ ഒഴുകുന്ന കേട്ട ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കെന്ന് പറഞ്ഞു. ആ എഴുന്നേക്കണ സമയത്ത് അപ്രകാരം ഭഗവാൻ എഴുന്നേറ്റ് പോൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്ക് ഇഷ്ടമല്ല. അവർക്ക് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കിടക്കയിൽ തന്നെ കിടക്കണം. അത്ര ആസക്തിയാണ് അവർക്ക് കൃഷ്ണനോട്. കോഴി കൂന്ന് കേൾക്കുന്നത് കൃഷ്ണൻ്റെ ഭക്തിമാർക്ക് സങ്കടകരമാണ്. അവർക്ക് കോഴികളെ പഴിക്കാൻ തുടങ്ങും. അവരൊക്കെ ഈ കോഴികളെയൊക്കെ പഴിക്കാൻ തുടങ്ങും. നശിച്ച കോഴി എന്നൊക്കെ പറയുന്നർത്ഥം. ഓരോ കൊട്ടാര വളപ്പിലും പാരിജാത പൂക്കളുണ്ട്. പാരിജാതം ഒരു കൃത്രിമ പുഷ്പമല്ല. കൃഷ്ണൻ പാരിജാത വൃക്ഷം സ്വർഗത്ത് നിന്ന് കൊണ്ടുവന്ന് തൻ്റെ എല്ലാ കൊട്ടാര വളപ്പിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പ്രഭാതത്തിലെ ഇളം കാറ്റിൽ പാരിജാതത്തിൻ്റെ സൗരഭ്യം ഒഴുകി വരും. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതോടെ ആ ഗന്ധം കൃഷ്ണൻ ആസ്വദിക്കും കുറച്ചു നേരം. ഈ ഗന്ധം മൂലം തേനീച്ചകൾ മൂളാൻ തുടങ്ങും. പക്ഷികൾ കളകളാരവം പൊഴിക്കും. ആകെ കൂടി കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന സ്ഥിതി പാടകന്മാരുടെ ഗാനാലാപത്തിൻ്റെ നാദം പോലെ ആയിരിക്കും ഈ ശബ്ദം. അതായത് ഭഗവാൻ ഉണർന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് പ്രകൃതിയും ഉണരും എന്നർത്ഥം. അതായത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രകൃതിക്കുണ്ടാകുന്ന സാത്വിക ഭാവത്താൽ ആ പ്രകൃതിയിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം സാത്വിക ഭാവത്താൽ ഒരു ഉണർവ്, സത്വം, ഊർദ്ധം ഗച്ഛന്തി സത്വസ്ഥ എന്ന് പറഞ്ഞാൽ ഉയർന്ന നമ്മുടെ ആത്മഭാവത്തിൻ്റെ ഉയർന്ന ചൈതന്യത്തിൻ്റെ തേജസ്, ശക്തി, അതൊക്കെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് പ്രകൃതിക്കും സത്വഗുണഭാവം ഉള്ളപ്പോഴാണ്. ഇതെല്ലാ പ്രാണികളിലും അതിൻ്റെ പ്രതിഭാസം ഉണ്ടാകുന്നർത്ഥം. അതിനെ സൂചിപ്പിക്കുന്നതാണ്. പാരിജാതം എന്ന വൃക്ഷം കൊണ്ട് നട്ടിട്ടുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ഇവിടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഗന്ധം പ്രഭാതത്തിൽ കൂടുതൽ പ്രസരിക്കുന്നു. അത് കുറച്ചു നേരം ഭഗവാൻ തന്നെ ആ സുഗന്ധം ആസ്വദിച്ച് നിൽക്കുന്ന പറയണേ. അതിൻ്റെ പിന്നാലെ പക്ഷി മൃഗാദികളും സസ്യലതാദികളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ സൂചന കൂടി
അതായത് പ്രകൃതി ശരിക്കും ഉണർന്ന് അതിൻ്റെ ചൈതന്യവത്തായ ആ പ്രപഞ്ച പ്രാണന്റെ പ്രഭാവം പ്രകടമാക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണെന്നർത്ഥം. അതുകൊണ്ടാണ് സൂര്യോദയത്തിന് മുമ്പുള്ള 3 മണിക്കൂർ സമയമാണ് സരസ്വതി യാമം, ഇല്ലേ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണരണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള തടസ്സം സ്വയം ഉണ്ടായാലും മറ്റുള്ളവരുണ്ടാക്കിയാലും ആ തടസ്സങ്ങളെ അതിജീവിക്കണം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷികളെ, പ്രാണികളെ, മറ്റ് ജീവജാലങ്ങളെ ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം. ആകെ കൂടി കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന സ്തുതി പാഠകന്മാരുടെ ഗാനാലാപത്തിൻ്റെ നാദം പോലെ ആയിരിക്കും ഈ പ്രകൃതിയുടെ ശബ്ദകോലാഹലങ്ങളെ പ്രഭാതത്തിൽ കേൾക്കുന്നതൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടാണ് ഇവിടെ കവി പോലും സങ്കല്പിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെ സൃഷ്ടി വ്യവഹാരം നടക്കുന്നുണ്ടോ അതൊക്കെ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രഭാവമായതുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്താൽ പ്രകടമാകുന്ന ഏതേത് ഗുണങ്ങൾ പ്രകടമാകുന്നോ അതേ ഗുണങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് നാദം, ശബ്ദം ഒരു ദിവസത്തിലെ ഏറ്റവും മംഗളകരമായ മുഹൂർത്തമാണ് മുഹൂർത്തം എന്ന് അറിയാമായിരുന്നിട്ടും ഭഗവാൻ കൃഷ്ണൻ പ്രഥമ ഭക്തിയായ ശ്രീമതി രുക്മിണീ ദേവിക്ക് ഈ മുഹൂർത്തത്തിനോട് അത്യന്തം വെറുപ്പാണ്. ഭഗവാൻ ഇതൊക്കെ അറിയാം, എന്നാലും ഭഗവാനെ കൂടുതൽ അറിയാവുന്ന തൻ്റെ ഏറ്റവും പ്രഥമ ഭക്തി എന്നറിയപ്പെടുന്ന രുക്മിണീ ദേവിക്ക് പോലും ഈ ബ്രഹ്മമുഹൂർത്തത്തിനോട് വെറുപ്പാണ്. കാരണം എന്താ? ആ സമയത്ത് ഭഗവാൻ എഴുന്നേറ്റ് പോകും. കാരണം കിടക്കയിൽ തൻ്റെ സമീപത്ത് നിന്ന് കൃഷ്ണൻ എഴുന്നേറ്റ് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. രുക്മിണീ ദേവിക്ക് വെറുപ്പാണെങ്കിലും ബ്രഹ്മമുഹൂർത്തം സമാഗതമാകുന്നതോടെ ഭാര്യയുടെ ആലിംഗത്തിൽ അമർന്ന് എത്ര തന്നെ സുഖകരമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഭഗവാൻ കൃഷ്ണൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റും. പ്രഭാതത്തിൽ ഉണരാൻ കൃഷ്ണൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് ഒരു മാതൃകാ ഗൃഹസ്ഥൻ അഭ്യസിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ പ്രത്യേകിച്ചും ചെറുപ്പകാലത്തൊക്കെ നമ്മളിങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വയ്ക്കുക അസാധ്യകരമാണ്. നമ്മുടെ യുവത്വമൊക്കെ നിലനിൽക്കുന്ന സമയത്ത്, വിവാഹം കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഭക്തിഭാവം ഉണ്ടാകുന്നത് പോലും റിട്ടയർമെൻറ്റ് സമയത്തായിരിക്കും. ആ സമയത്ത് പോലും ഇത്തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും. അപ്പം യുവത്വത്തിൻ്റെ പ്രഭാവത്തിൽ വസിക്കുന്ന കാലത്ത് നവദമ്പതികളായിരിക്കുന്ന സമയത്തൊന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കേൾക്കുക? പ്രായോഗിക തലത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണെന്നറിയാം. പക്ഷെ അത്രമാത്രം നിഷ്ഠയും ഈ വക കാര്യങ്ങളിൽ ജിജ്ഞാസയും ആകർഷണത്വവും ഒക്കെ താല്പര്യമൊക്കെ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ ഉണരാൻ സാധിക്കൂ. ഉണർന്നാൽ തന്നെ ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവരോട് പറയാറുണ്ട്, കലിയുഗമായതുകൊണ്ട് ഒരു 41 ദിവസം നിങ്ങൾ ഇതിനായിക്കൊണ്ട് നിശ്ചയിച്ച് ഈ പറയുന്ന നിത്യനൈമിത്യകരങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ പോലും അതിൽ സ്വയം തടസ്സം നിൽക്കുക, കൂടെയുള്ളവർ തടസ്സമുണ്ടാക്കുക, ശരീരം തടസ്സമുണ്ടാക്കും. ഇങ്ങനെ പലവിധ ക്ലേശങ്ങളെയും നമുക്ക് തടസ്സം, അതായത് ഈ പ്രകൃതി തന്നെ ശരിക്കും മായാപ്രഭാവത്താൽ ഒരാൾ ആത്മസാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയും അതിനോട് ജിജ്ഞാസയും അതിനുള്ള ആകർഷണത്വമൊക്കെ ഉണ്ടായി ആധ്യാത്മിക പാതയിലേക്ക് പ്രവേശിക്കുന്നത് പ്രകൃത്യാ തന്നെ. അതായത് ഭൗതികമായിട്ടുള്ള ആസുരീ സമ്പത്തിൻ്റെ പ്രഭാവം നമുക്കതിന് തടസ്സമുണ്ടാകും. കാരണം ഈ ഭൗതിക കാര്യങ്ങളിലാണല്ലോ എല്ലാവർക്കും താല്പര്യവും. ഈശ്വരനെ പോലും മറന്ന് പ്രവർത്തിക്കുന്നതും പ്രപഞ്ചം നിലനിൽക്കുന്നതും ഈ ഭൗതികതയിലുള്ള മനുഷ്യരുടെ താല്പര്യം കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പം പെർസെൻറ്റേജ് കൂടുതൽ അസുരി സമ്പത്തോടുകൂടി, ദൈവീയ സമ്പത്ത് അവരുടെ കയ്യിലുണ്ടെങ്കിലും ആസുരി സമ്പത്തിലെ ആകർഷണീയത വിടാതെ അതിൽ സുഖം കണ്ടെത്താം എന്നുള്ള ഇച്ഛയിൽ ശരീരത്തെ പോലും ഉപയോഗിക്കും. ശരീരം പോലും ഇന്ദ്രിയ സുഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ആത്മീയതയിലേക്ക് പോകുന്നത് വരെ, ഇല്ലെങ്കിൽ അങ്ങനെ ലിമിറ്റ് കൂടുതൽ ഭക്തിഭാവമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ, ഒരു കുട്ടിയോ ഇല്ലെങ്കിൽ നമ്മളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിന് തടസ്സമുണ്ടാക്കുന്നത് ഈ പ്രകൃതി സംബന്ധമായിട്ടുള്ള ഒരു വികർഷണ ഭാവമാണ്.
അപ്പം ആധ്യാത്മികതയിലേക്ക് പോകുന്നവർക്ക് തടസ്സവും ക്ലേശങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതും ഈ ആസുരീ സമ്പത്താകുന്ന പ്രകൃതിയുടെ ഒരു സ്വഭാവം. അതിനെ അതിജീവിക്കണം. ഇതിൽ നിഷ്ഠയുള്ളവർ എന്ത് ചെയ്യണം? അതിനെ അതിജീവിക്കണം. അതാണ് ഇവിടെ ഭഗവാൻ പോലും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട്, ഭഗവാന്റെ പത്നിമാർ പോലെ രാവിലെ കോഴി കൂവുന്നതിന് കോഴിയെ പഴിക്കും, എഴുന്നേറ്റ് പോകുന്നത് ഇഷ്ടമല്ല, കൂടുതൽ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടക്കാനാണ് അവർ ആഗ്രഹിക്കുക. രുക്മിണി അടക്കം കോഴിയെ പഴിക്കും, പ്രഭാതത്തെ പഴിക്കും, എഴുന്നേറ്റ് പോകുന്നത് ഇഷ്ടമല്ല എന്നർത്ഥം. അപ്പം ഭഗവാന് പോലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നർത്ഥം. ഇവിടെ മാതൃകാഗ്രഹസ്ഥനാകുക എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഈ വക തടസ്സങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട്. ഭഗവാൻ എഴുന്നേൽക്കുന്നതോടൊപ്പം ഈ പ്രകൃതിയും ഓട്ടോമാറ്റിക്, ഭഗവാൻ എഴുന്നേറ്റാലും എഴുന്നേറ്റില്ലേ, നമ്മൾ എഴുന്നേറ്റാലും എഴുന്നേറ്റില്ലേലും ഈ പ്രകൃതിയുടെ സ്വഭാവം മാറ്റാൻ നേച്ചർ എന്ന് പറയുന്നത് അത് ഈ മുഹൂർത്തത്തിൽ എഴുന്നേക്കും. അതിൻ്റെ മുല്ലപ്പൂവൊക്കെ നമ്മൾ നമ്മുടെ തൊടിയിൽ തന്നെ നട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ അതിൻ്റെ സുഗന്ധം നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പ്രഭാത സമയത്ത് റോസാപ്പൂവായിക്കോട്ടെ, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെയൊക്കെ ഗന്ധം സുലഭമായിട്ട് നമുക്ക് പുറത്ത് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും കിട്ടും. ഇതേപോലെയാണ് പാരിജാതത്തിൻ്റെ കാര്യവും പറഞ്ഞതെന്നർത്ഥം. പക്ഷിമൃഗാദികളുടെ കളകളാരവോ ഒക്കെ രാവിലത്തെ സമയം നമുക്ക് കേൾക്കാൻ സാധിക്കും, അതും ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രഭാവം പ്രത്യക്ഷത്തിൽ നമ്മളെ കാണിച്ചു തരുന്നതാണെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം. 10 മണിയായിട്ട് എഴുന്നേൽക്കുന്ന ആൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക മാർഗത്തിലേക്ക് ദൃഢനിശ്ചയം ചെയ്ത് അതിനുള്ള അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും മുഖ്യമാണ് ഈ നിത്യകർമ്മത്തിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അപ്പം അത് ശീലിക്കാൻ ശ്രമിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, 41 ദിവസം നമുക്ക് കലിയുഗത്തിൽ ഇത് മുടങ്ങാതെ കൊണ്ടു കിടക്കാമെന്ന് പറഞ്ഞാൽ 21 ദിവസം, 3 ആഴ്ചയാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറ്. ഈ 3 ആഴ്ച കൊണ്ട് നിങ്ങൾ ഈ തടസ്സങ്ങളെ അതിജീവിക്കണം. 4 തരത്തിൽ തടസ്സങ്ങളുണ്ടാകും. ഒന്ന് സ്വയം തടസ്സം നിൽക്കും, അതിനുള്ള ന്യായീകരണം കണ്ടെത്തും. പിന്നെ കൂടെയുള്ളവർ തടസ്സം ഉണ്ടാക്കും. അതാണ് ശ്രീകൃഷ്ണൻ്റെ ഭക്തിമാരെ തടസ്സം ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. അപ്പം നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും രാവിലെ നമുക്ക് തടസ്സം ഉണ്ടാക്കുക. അതും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ ശരീര തടസ്സം ഉണ്ടാക്കും. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വൈറൽ ഫീവറോ ജലദോഷമോ തലവേദനയോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. 2 ദിവസം ചെയ്യുമ്പോഴത്തേനും 3-ാമത്തെ ദിവസം പറ്റാത്ത അവസ്ഥ വരാം. അപ്പം ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാക്കും. ഇതിനെയൊക്കെ ജയിച്ച് 4-ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഭക്തിഭാവത്തിലേക്ക് 1-2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിലായിരിക്കും ചിലപ്പം ഇതൊക്കെ അറിയുന്നവർ, സമൂഹം, പുറത്തുള്ളവർ, നമ്മുടെ കുടുംബത്തിൻ്റെയും അപ്പുറത്തുള്ളവർ വരെ ഇതെന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കേൾക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ അവരും ചിലപ്പം നമ്മളെ ക്ഷേത്രത്തിലേക്ക് ഈ ഒരു സ്ഥിതിയൊക്കെ എത്തുമ്പോഴേ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഈ ജപോ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം തോന്നും. അപ്പം ചിലപ്പം വേഷം കെട്ടിപ്പോവും. ഇതൊക്കെ കാണുമ്പം സമൂഹത്തിന് ചിലപ്പം പിടിക്കില്ല, അവരും തടസ്സം ഉണ്ടാക്കും. ആ പോക്കിൽ ചിലപ്പോൾ നമുക്ക് ശരീരത്തിനും തടസ്സങ്ങളുണ്ടാകാം, പല ക്ലേശങ്ങളുണ്ടാകാം. അപ്പോൾ കൂടെയുള്ളവർ പറയും എന്ത് ഭക്തിയും കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ അല്ലേ അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും അതിനെ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രകൃതി സ്വഭാവം തന്നെ ഈ 4 തരത്തിൽ നമ്മുടെ മുമ്പിൽ പ്രകടമാകും. ഇത് കലിയുഗം ആയതുകൊണ്ട് ഒരു 21 ദിവസമെങ്കിലും ദൃഢനിശ്ചയം, അതായത് 3 ആഴ്ച കാലം കൊണ്ട് ഈ 4 തരത്തിലുള്ള അനുഭവങ്ങളെ മറികടക്കാൻ സാധിച്ചാൽ പിന്നെ ഒരാഴ്ചയും കൂടെ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട. 28 ദിവസമൊക്കെ 4 ആഴ്ചയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. 4 തരത്തിലുള്ള അനുഭവങ്ങൾ ഓരോ ആഴ്ചയിലും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നിരിക്കും. ഇങ്ങനെയുള്ള തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 41 ദിവസം തികയ്ക്കാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ വിജയമായിരിക്കും. ആ 41 ദിവസം തികച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഇൻഡ്യൂഷൻ, വലിയൊരു അനുഭവം ചിലപ്പം 41ാമത്തെ ദിവസം തന്നെ ഒരു വ്രതാനുഷ്ഠാനം പോലെ ചെയ്യുന്നവർക്ക് ഒരു ദിവസം ചടങ്ങുന്ന നിലയിലല്ല, അല്ലാതെ തന്നെ അനുകരണ ഭാവത്തിലല്ല, ശരിക്കും ഞാൻ പറഞ്ഞ രീതിയിൽ ദൃഢനിശ്ചയം ചെയ്ത് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഈ ഒരു ഭാവത്തിൽ ഈശ്വരാർപ്പണമായിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ അത് പിന്നീട് നമ്മുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സ്വഭാവമായിട്ട് മാറും.
അലാറം കേട്ടുകൊണ്ട് എണീക്കുന്നവർ, ഇല്ലെങ്കിൽ കോഴി പോലെ കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നവരെ പിന്നെ ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ കൃത്യസമയത്ത് എഴുന്നേൽക്കാനൊക്കെ തുടങ്ങുന്നർത്ഥം. പിന്നെ എഴുന്നേൽക്കാതിരിക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ വരും. ജപതപാദികൾ ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുക, ഇതൊന്നും ഒരു ദിവസം ചെയ്യാതെ ഇരിക്കുന്നത് വിഷമകരമായിട്ട് ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവം എന്ന് പറയുന്നത്. ഇത് ശ്രീകൃഷ്ണൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പ്രഭാതത്തിൽ ഉണരാൻ കൃഷ്ണൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഒരു മാതൃകാ ഗൃഹസ്ഥൻ അഭ്യസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അനുകരിക്കുകയല്ല വേണ്ടത്. നമുക്കൊന്നാമത്തെ കാര്യം, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകരണ ഭാവമാണ് ഏറ്റവും നമ്മളെ ആക്രമിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കണം. അതിനാണ് അഭ്യാസം വേണ്ടത്. അപ്പോഴേ നമുക്ക് യഥാർത്ഥ അനുഭവം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അനുകരിക്കാൻ പുറപ്പെടുമ്പം എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാകണമെന്നില്ല. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് അനുകരിക്കാൻ പോകരുത്. പിന്നെ മറ്റൊരാളായതുപോലെ എനിക്കും ആകണം എന്ന് ലക്ഷ്യം വരുമ്പോഴേ ഈ അനുകരണ ഭാവം വരിക. അതല്ല, നമുക്ക് കിട്ടാനുള്ളതില്ലേ നമ്മളെ ഏത് തലത്തിൽ എത്ര ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ളത് പ്രകൃതി തന്നെ തീരുമാനിക്കുക. നമ്മുടെ സ്വഭാവമാണ് തീരുമാനിക്കുക. നമ്മുടെ ശരീരം അതനുസരിച്ചുള്ളതായിരിക്കും. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണുള്ള സ്വഭാവവും ഇല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പ്രകടമാകുന്നത്. എത്ര ഇഷ്ടമുള്ളവരായാലും നമ്മുടെ അടുത്ത ബന്ധുക്കളായാലും അതിലൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ വ്യത്യസ്തതയുണ്ടാകും, വ്യത്യാസമുണ്ടോ. തനിതായ സ്വഭാവം പ്രകടമാകും. സ്വഭാവസ്തു പ്രവർത്തത. എന്നാൽ ചില കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുമ്പം പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ അതിൻ്റെ അനുഭവങ്ങളിൽ ചിലപ്പം കുറേശ്ശെ വ്യത്യാസം ഉണ്ടായാലും ഈ അനുഭവങ്ങളൊക്കെ ഇതിൽ യാതൊരു സംശയവുമില്ല ഈ 4 തരത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടായേ മതിയാകും. ഇത് കോമൺ എഫക്റ്റാണ്. പക്ഷേ അത് ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഗതിവിഗതികൾ കൊണ്ട് അവരുടെ ജന്മവാസന അനുസരിച്ചുകൊണ്ട് അനുഭവങ്ങളിൽ വ്യത്യസ്തമുണ്ടാകാം. തടസ്സങ്ങളും അവരുടെ സ്വഭാവം വാസന അനുസരിച്ചുകൊണ്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും തടസ്സം ഉണ്ടാക്കുക. ചിലർക്ക് ഭാഗ്യം കൊണ്ട് ഇതൊന്നും തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതൊക്കെ പൂർവ്വജന്മാർജിതമായ കർമ്മവാസന ബന്ധനങ്ങളിൽ നിന്നാണ് അതിൻ്റെയൊക്കെ പ്രേരണ. എനിക്ക് ഏകദേശം 3 മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉയരാൻ സാധിച്ചു ഇത് തുടങ്ങിയ സമയത്തൊക്കെ. പിന്നെ യോഗ പഠിപ്പിക്കാനുള്ള ഗുരുവൊക്കെ വീട്ടിലേക്ക് വന്നു. ഇതൊക്കെയാണ് നമുക്ക് അനുഭവത്തിൽ വ്യത്യാസം ഉണ്ടാകുക എന്ന് പറയുന്നത്. പിന്നെ ഒരു 40 ദിവസം ഗുരുവായൂരപ്പനെ തന്നെ ഉപാസിക്കാൻ തുടങ്ങി. ആ ഉപാസന കൃത്യമായിട്ട് ചെയ്ത് 41ാമത്തെ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഗീത തന്നെ പറയാൻ തുടങ്ങി. ഈ ജന്മത്തിൽ ഗീതയും സംസ്കൃതമൊന്നും പഠിക്കാതെ ഇരുന്ന് തന്നെ പറയിപ്പിച്ചു തരാം ഗുരുവായൂരപ്പൻ. ഇങ്ങനെയൊക്കെയാണ് അച്ചീവ്മെൻറ്റ് നമുക്ക് സ്വയം നമ്മുടെ പൂർവ്വജന്മ വാസന ബലത്താൽ ബലപ്പെട്ടു വരിക. അതിനുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഗുരുവായൂരപ്പൻ തന്നെ സ്വപ്നദർശനം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. നീ മരുഭൂമിയിലാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചോണം. മറ്റ് ബന്ധുക്കൾ പോലും വിശ്വസിക്കരുത്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയിക്കോളൂ. ലക്ഷ്യപ്രാപ്തി വരെ തിരിഞ്ഞു നോക്കരുത്. ഇതാണ് ദൃഢനിശ്ചയം. ഇന്ന് 21, 22ാമത്തെ വർഷമായിട്ടും ആ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ആ പ്രകൃതിയുടെ തടസ്സങ്ങളെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളത് നമ്മുടെ ദൃഢനിശ്ചയമാണ്. തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനെയൊക്കെ അത് അനുഭവിച്ചുകൊണ്ടും അതിനെയൊക്കെ ത്യജിച്ചുകൊണ്ടും മുന്നോട്ട് പോകണം. അതാണ് മരുഭൂമിയുടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് എന്നുള്ള വിചാരമുണ്ടാകണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ പാതയിൽ നമുക്ക് അനായാസകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും കൃപയും ആത്യന്തികമായിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് ഇത് നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കട്ടെ. അതിന് ശ്രീകൃഷ്ണനെ തന്നെ മാതൃകയാക്കാനാണ് ഗൃഹസ്ഥന്മാരായിരിക്കുന്നവർക്ക് പോലും ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നത് എന്ന് തിരിച്ചറിയുക. എല്ലാവിധ അനുഗ്രഹവും ഗുരുവായൂരപ്പന് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.